നാളെ മകൾക്കൊരു പ്രണയ വിവാഹമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക, അതോ അറേഞ്ച് മാരേജിനാണോ താല്പര്യപ്പെടുന്നത്? അല്ല, അതിപ്പോ ഇപ്പോഴത്തെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. അവർ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും പണ്ടത്തെ കൂട്ടുള്ള പിള്ളേർക്ക് തിരിച്ചറിവുള്ള കഴിവുണ്ട്. അപ്പം അവരതിനെപ്പറ്റി ലൈഫ് എന്താണെന്നും ഇപ്പൊ എല്ലാ ഓരോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അത് കണ്ടു പഠിച്ചാ വളരുന്നത്. ഇൻ കേസ് ഇപ്പം അവരല്ലേ, അവരുടെ ലൈഫല്ലേ, അതിലോട്ടാ പോകുന്നെങ്കിൽ അവർ തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ, നല്ലതായാലും ദോഷമായാലും അവർ തന്നെയാണത് പക്വതയായിട്ടുള്ള മറുപടി. അവരുടെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ലൈഫ് കഴിഞ്ഞു, നമ്മൾ വരെ വളർത്തി ഒരു 18-20 എഡ്യൂക്കേഷൻ വരെ കൊടുക്കുക, അതാണ് എൻ്റെ ഒരു പ്ലാൻ. അവർക്ക് മാക്സിമം എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ലൊരു ലൈഫിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക, ഗ്രോ ചെയ്തെടുക്കുക. കൃത്യവും വ്യക്തവുമായിട്ടുള്ള പക്വതയാർന്ന മറുപടി. ലവ് മാരേജിലാണോ അറേഞ്ച് മാരേജിലാണോ വിശ്വസിക്കുന്നത്? അച്ഛനും ശരിക്കും അറേഞ്ച് മാരേജ് ആയിരുന്നു. പക്ഷെ ഇനിയത്തെ ഒരു തലമുറ അങ്ങനെയൊക്കെ പോകുന്ന ഒരു വിശ്വാസമില്ല. എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന. ഇപ്പൊ ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ട് ഇവരെ കല്യാണം കഴിയുമ്പോൾ അപ്പൊ ഞങ്ങൾ അവരുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നോക്കും. അവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാവും രണ്ടുപേരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ്, എഡ്യൂക്കേറ്റഡ് ആണ് രണ്ടുപേരും. ആ മോൾക്ക് അത്രമേൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ആ ഒരു അച്ഛനും അമ്മയും.